ഭായി ബാപ്പുന് കാണണം എന്ന് പറഞ്ഞോണ്ടാ ഞാൻ. വേണ്ട, ജിഹാദിനായി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ. ബന്ധങ്ങളൊന്നും തന്നെ നമ്മുടെ പോരാട്ടങ്ങൾക്ക് തടസ്സമാകരുത്. റിക്രൂട്ട് ചെയ്യപ്പെട്ട അന്ന് തന്നെ നീ ഇതെല്ലാം സമ്മതിച്ചതാണ്. തിരിക്കണം, ഇന്ന് തന്നെ തിരിക്കണം. ഇനി ഒരു തവണ കൂടി നിന്നോടത് പറയാൻ ഇല്ല. ഇല്ല ഭായി. നിങ്ങൾ മൂന്നുപേരും കൂടെ ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുക. ചോറെടുത്ത് വെക്കാൻ പോവാ ഞാൻ. കണ്ണന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെയുണ്ട്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കി വെച്ചിരിക്കുക അമ്മ. ആ, ഊണൊക്കെ കഴിച്ചിട്ടേ കണ്ണനൊന്ന് മീരയുടെ വീട് വരെ പോയിട്ട് വാ. നന്ദൻ മരിച്ചേ പിന്നെ അവിടുത്തെ കാര്യമൊക്കെ വലിയ കഷ്ടത്തിലാ. മറക്കല്ലേ കണ്ണ? ഇപ്പൊ ഇതൊക്കെയാ പണി. കുട്ടിയെ കുളിപ്പിക്കുക, പാത്രം കഴുകുക. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. അബു, സമീർ, ഇത് മീര. മാഷ് പറഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ അയൽക്കാരിയെ കുറിച്ച്. വാ, കേറിയിരിക്കേ. പഠിപ്പൊക്കെ അതൊക്കെ ഏതാണ് നിർത്തിയ മട്ട. നന്ദട്ടൻ മരിച്ച പിന്നെ ഡാൻസും പാട്ടും ഒക്കെ നിന്നു. വെക്കേഷൻ കഴിഞ്ഞ് ഇനി കോളേജിലേക്ക് പോവണ്ടെന്നാ ഇപ്പോഴത്തെ തീരുമാനം. ഡൽഹിയിൽ നിന്നൊരു ഓഫർ ഉണ്ടായിരുന്നു, ഭരതനാട്യത്തിൽ റിസർച്ചിനും ഹയർ സ്റ്റഡീസിനും ഒക്കെ ആയിട്ട്. അതും ഇവിടെ പണിക്കൊക്കെ ഒരാൾ വേണ്ടേ. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യാണ്ടിരിക്കുന്നു. ചേട്ടൻ്റെ കാര്യം അറിയാലോ. പിന്നെ ചേച്ചിയാ ഉള്ളത്. ഒക്കെ ഒന്നറിയിക്കാൻ പലവട്ടം ഞാൻ വിളിച്ചിരുന്നു, ഫോൺ എടുത്തില്ല. നമ്മൾ വെറുതെ ഓരോരോ സ്വപ്നങ്ങൾ കാണും. ജീവിതം നമ്മളെ വേറെ എങ്ങോട്ടേക്കോ കൊണ്ടുപോവുകയാണ്. ഒക്കെ വിധിയാണെന്നോർത്ത് സമാധാനിക്കാൻ ശ്രമിക്കാൻ ഞാൻ. അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അമ്മയുടെ സ്ഥിരം രോഗങ്ങൾ തന്നെ. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം.